ഹായ് യെസ് അവന്യ മിസ് ഹിയ. അപ്പോൾ നമ്മളെ 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളൊക്കെ ഓണം എക്സാമിനൊക്കെ റെഡി ആയോടാ? ഓണം എക്സാമിന് റെഡി ആയോ? അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഓണം എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എജുപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ഉണ്ടാവും. എൻ്റെ മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മളെ ലൈവ് ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് LSSനും കൂടി യൂസ് ആവും. നമുക്ക് LS എഴുതണ്ടേ, നമ്മളെ ഫസ്റ്റ് പബ്ലിക് എക്സാം അല്ലേ, നമുക്ക് ക്രാക്ക് ചെയ്യണ്ടേ, നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആവണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി ദിവസം വരികയാണല്ലേ, നിങ്ങൾക്ക് ക്യൂസ് ഇല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങണം. നിങ്ങൾക്ക് ക്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് മിസ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് എന്ത് വേണം, നോട്ട് കിട്ടണം. അപ്പം നമ്മുടെ മക്കളെ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം, നമ്മൾ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്തോളാം. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, നോട്ട്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ട്സ് നിങ്ങൾ കാണണം അല്ലേ, നമുക്ക് ക്വിസ് എഴുതല്ലേ വേണ്ടത്. അപ്പം അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എൻ്റെ മക്കൾ എഴുതണം. നോട്ട്സ് വേണ്ടിയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വരും നോട്ട്സും ലൈവ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ LSSന്, ഓണം എക്സാമിന്, എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് യൂസ് ആയിരിക്കും, നല്ല യൂസ്ഫുൾ ആയിരിക്കും. വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്വിസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ എന്തായിരുന്നു ഹിരോഷിമ നാഗസാക്കി ക്വിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സെറ്റാണ്. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിലാണ്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ചാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെയാണ്? ലോകത്താണെങ്കിൽ മെക്സിക്കോയിലെ മരുഭൂമിയിലാണ്. പിന്നെയോ, ലോകത്താദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? യുദ്ധത്തിന്റെ പേരാ ചോദിച്ചത്. ഓക്കെ, ഏത് യുദ്ധത്താ? 2ാം ലോക മഹായുദ്ധം. ഇവിടെ എന്തുണ്ട്, ആദ്യമായി ഉണ്ട്. ക്വസ്റ്റ്യനിൽ ആദ്യം ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തുണ്ടാവും, 2 ഉണ്ടാവും. നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സെക്കൻഡ് സെറ്റാണ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹിരോഷിമയിലെ പൈലറ്റ് ആണ് ചോദിച്ചത്. അത് പോൾ ടിബറ്റ് ആണ്. പോൾ ടിബറ്റ്, പൈലറ്റ് പോൾ. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഹായും അല്ലേ ഈ പായും ഏകദേശം ഒരേപോലെ ഇല്ലേ? ഹിരോഷിമ പ, അങ്ങനെ ഓർമ്മിക്കുക കേട്ടോ. പായിൽ തുടങ്ങുന്ന പേരാണെന്ന് ഓർമ്മിക്കുക. ഇനിയോ, നാഗസാക്കിയിലെ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആര്? നാഗസാക്കി ആണെങ്കിൽ ചാൾസ് സ്വിനിയാണ്. ചാൾസ് സ്വിനിയാണ്. ഓക്കെ, അപ്പൊ നാഗം ചാടി എന്ന് ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. നാഗം ചാൾസ് സ്വിനി. ഓക്കെ, നാഗം ചാടി എന്ന് ഓർമ്മിക്കുക കേട്ടോ. നാഗം ചാടി എന്ന് ഓർമ്മിച്ചോളൂ. പിന്നെയോ, ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജപ്പാൻ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. ഏതാ? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. സിമ്പിൾ ആണ്. ഹിരോഷിമയിലാണ്, പീസ് എന്ന് പറഞ്ഞ സമാധാനമാണ്, മെമ്മോറിയൽ അല്ലേ, മെമ്മോറിയൽ മ്യൂസിയം. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് സെറ്റാണ്. നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9, ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 6ഉം 9ഉം ഉണ്ട് അല്ലേ. ഇവിടെ ഹി ആണെങ്കിൽ ഇവിടെ എന്താ, ഹിന എന്ന് ഓർമ്മിക്കുക. ഹിരോഷിമ നാഗസാക്കി 6ഉം 9ഉം ഹിന. ഇനിയോ, നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ്? നാഗസാക്കിയിലാണ് നാഗം ഫാറ്റ്. നിങ്ങൾ പറയില്ലേ, ഈ വെള്ളടിച്ച് ഫിറ്റായിട്ട് പാമ്പ് പോലെ ആവുക പറയില്ലേ അല്ലേ. അപ്പൊ ഫിറ്റിൽ നിങ്ങൾ എന്താക്കുക, ഫാറ്റിൽ നിങ്ങൾ ഫിറ്റായിട്ട് ഓർമ്മിച്ചോ. ഇതാ ഫിറ്റ് നാഗം എന്ന് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഫിറ്റ് നാഗം. ഇനിയോ, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ഹിരോഷിമ ലിറ്റിൽ ബോയ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഇതിനെ ഓർമ്മിക്കാം. അതായത് ഫസ്റ്റ് നടന്നത് ഹിരോഷിമയാണ്, പിന്നെയാണ് നാഗസാക്കി അല്ലേ. ഹിരോഷിമ ആദ്യം ചെറുതാണ്, ലിറ്റിലാണ്,
പിന്നെയാണ് എന്ത് വന്നത്, ഫാറ്റ് വന്നത്, വലുതായത്. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് ഓർമ്മിക്കാം ഹിരോഷിമ നാഗസാക്കി. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റാണ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ആദ്യത്തെ അണുബോംബ് പരീക്ഷണമാണ് അത് ട്രിനിറ്റി. ഇനിയോ ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് വിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് വിസ്ഫോടനമാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരു പേര് വേണ്ടേ? യെസ്, എന്താ, ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യക്കാര് ഒരു അണുബോംബ് പരീക്ഷണം നടത്തിയപ്പോൾ ബുദ്ധൻ ചിരിച്ചു. അങ്ങനെ ഒന്ന് ഓർമ്മിക്കുക കേട്ടോ. ഓക്കെ, ഇനിയാണ് ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ജപ്പാനിലാണ്. അതുപോലെ തന്നെ ജപ്പാൻ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, അതും ജപ്പാനിലാണ്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ മാറിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയും അതുപോലെ നാഗസാക്കിയിൽ എന്താ, ഫാറ്റ് ബോയാണ് നടന്നത് അല്ലേ? അപ്പോൾ ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മൂലകം ഹിരോഷിമയിലാണ് യുറാനിയം 235. അങ്ങനെയാണെങ്കിൽ നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം 239. ഓക്കെ, നെക്സ്റ്റ് സെറ്റാണ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി. അതാണ് മൻഹട്ടൻ പ്രോജക്റ്റ്. ഇതിൽ മൻഹട്ടൻ എന്നും പറയും, ഹട്ടൻ എന്നും പറയുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ആരുടെയാ? അമേരിക്കേൻ്റെ ആണ്. അതെന്താ മക്കളെ? മൻഹട്ടൻ പ്രോജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ ആരാണ്? ഇതിൻ്റെ ഹെഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ റോബർട്ട് ഓപ്പൺ ഹൈമർ. നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ മതി. എന്താ, റോബർട്ടിൻ്റെ തലവൻ ഓപ്പൺ ചെയ്തു. റോബർട്ട് ഓപ്പൺ തലവൻ. ഓക്കെ, ഇനിയോ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കയാണല്ലോ വർഷിച്ചത്. അപ്പോൾ ജപ്പാനിലാണല്ലോ അണുബോംബ് വർഷിച്ചത്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അത് ഹാരി എസ് ട്രൂമാൻ ആണ്. അദ്ദേഹം ഒരു ട്രൂമാൻ ആയതുകൊണ്ടാണ് എന്തുള്ളത്, അമേരിക്കയിൽ ഇന്ന് പ്രസിഡന്റായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ ജപ്പാനിൽ ഈ അണുബോംബ് വർഷിക്കുമ്പം ഹാരിസ് ട്രൂമാൻ. ഓക്കെ, ഇനിയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യൻ അണുബോംബ്, ഇന്ത്യ ആയിട്ടുള്ളൊരു പേരാണ്. രാജൻ എന്നൊക്കെ കേൾക്കില്ലേ? അതെ, രാജാരാമണ്ണ. അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹൈമർ ആണ്. ഇന്ത്യയിലാണെങ്കിൽ രാജാരാമണ്ണയാണ്. പിന്നെ അതുപോലെ തന്നെ ആറ്റം ബോംബിൻ്റെ കാര്യം ചോദിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? റോബർട്ട് ഓപ്പൺ ഹൈമർ. അതുപോലെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വഹിച്ച വിമാനത്തിൻ്റെ പേര്. ലിറ്റിൽ ബോയ് എവിടെയായിരുന്നു? ഹിരോഷിമയിലായിരുന്നു. എനോള ഗേ അല്ലേ? പിന്നെയോ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ടിബറ്റ്സ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയോ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച മരണപ്പെട്ട പെൺകുട്ടി ഏതാ? സഡാക്കോ സസാക്കി. നിങ്ങൾക്കറിയില്ലേ, കുറേ കൊക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഹിരോഷിമ ദിവസത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയും. ഒറിഗാമി. അതാ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടിയാണ്. പിന്നെയോ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്തായിരുന്നു? അതായത് അണുബോംബ് ആക്രമണത്തിന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇരയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ആക്രമണം കഴിഞ്ഞിട്ടും ഇപ്പം മരിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോടാ. അതായത് മരിക്കാതെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താ പറയുക? നമ്മൾ ജപ്പാനിൽ ഹിബാക്കുഷ ഗോവിന്ദ അവരെ കാര്യം അല്ലേ? മരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നോക്കണ്ടായിരുന്നു. 2 ബോംബ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി ആര്? 2 ബോംബാക്രമണം നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് സുറ്റോമോ യമഗുച്ചി. അവരെ പേരല്ലേടാ, സുറ്റോമോ യമഗുച്ചി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ, അതായത് കൺഫ്യൂസിങ് ഫാക്ട്, ക്വിസ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? അറിയാമെങ്കിൽ മിസ്സിൻ്റെ പേര് എഴുതിയിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ ഹേർട്ട് ഷേപ്പ് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി വരുന്ന എല്ലാ ക്വിസും മിസ് ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഫാക്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേടാ, ബൈ.